അമേരിക്ക വലിയ അടുപ്പം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീറിനോട് കാണിക്കുന്നുണ്ട്. അസിം മുനീറിനെ നിരവധി തവണ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു, 2 തവണ ഡിന്നറിന് വിളിക്കുന്നു, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചു നിർത്തി ആലിംഗനം ചെയ്യുന്നു, വലിയ ഇളവുകൾ, സാമ്പത്തിക സഹായം കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ താരിഫിൻ്റെ കാര്യം വന്നപ്പോൾ പാകിസ്ഥാന് 19%, ഇന്ത്യക്ക് 18% കുറച്ചു. ഇന്ത്യയേക്കാൾ കൂടുതൽ താരിഫ് ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അപ്പോൾ അസിം മുനീറും ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വൈറ്റ് ഹൗസിൽ പോയി എത്ര പ്രാവശ്യം ട്രംപിൻ്റെ ഷൂ നക്കി ശരിയാക്കി പോളിഷ് ചെയ്ത് കൊടുത്താലും കാര്യത്തോടെടുക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് അമേരിക്ക എടുക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു വലിയ ഡിപ്ലോമാറ്റിക് വിജയമാണ് ഇതെന്ന് ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി പറയുന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ കുറേ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ നിലപാട്. രാഹുൽ ഗാന്ധി ആവട്ടെ, ശരിക്കും രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ ദേശീയതയിൽ, ഇന്ത്യയുടെ ഐക്യത്തിൽ, ഇന്ത്യയുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഈ ഭൂപടം ഇങ്ങനെ അമേരിക്ക പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു നയതന്ത്ര വിജയമായി കാണുകയും ചെയ്യേണ്ടതാണ്. എന്താണ് വളരെ പെട്ടെന്ന് അമേരിക്ക ഇങ്ങനെ ഒരു ഭൂപടം, POK ഇന്ത്യയുടെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.